ശിവകാർത്തികേയൻ നായകനായ മദരാസി എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ ഇറങ്ങി. തരക്കേടില്ലാത്ത ഒരു വിജയമാണ് സിനിമ എന്നാണ് അറിഞ്ഞത്. ഈ ഒരു സിനിമയിലൂടെ ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷം AR മുരുകദാസ് എന്ന് പറയുന്ന സംവിധായകൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ മുരുകദാസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മുരുകദാസിൻ്റെ ഗജനി പോലത്തെ അല്ലെങ്കിൽ ദീന പോലത്തെ സിനിമകളൊക്കെ നമുക്കറിയാം. എന്നാൽ മുരുകദാസിൻ്റെ നടക്കാതെ പോയൊരു സിനിമയുണ്ട്. ഞാൻ ആ ഒരു സിനിമയെക്കുറിച്ചാണ് അന്ന് പറയാൻ പോകുന്നത്. SJ സൂര്യ എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടൻ. അദ്ദേഹം ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു ഡയറക്ടറും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് മുരുകദാസ് സിനിമ ജീവിതം തുടങ്ങുന്നത്. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു രക്ഷകൻ എന്ന് പറയുന്ന ഒരു സിനിമയിലൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുണ്ട്. എന്നാലും കുഷി എന്ന് പറയുന്ന മുരുകദാസ് SJ സൂര്യയുടെ വിജയ് നായകനായ ഒരു സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന സമയത്താണ് മുരുകദാസ് ഒരു ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടിയുള്ള ഒരു പ്ലാനിങ് ഒക്കെ തുടങ്ങുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി. ആ സമയത്ത് അദ്ദേഹം ശരിക്കും അന്ന് അജിത്തിനെ SJ സൂര്യയാണ് ഈ പറഞ്ഞ പോലെ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് മുരുകദാസിനെ. ആ ഒരു സമയത്ത് തന്നെ മുരുകദാസ് ഒരു സ്ക്രിപ്റ്റ് അന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വിക്രമിന് വെച്ച് ഒരു സിനിമ അന്ന് പ്ലാനിങ് ഉണ്ടായിരുന്നു. വിക്രം അന്ന് സേതു ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമാണ്. വിക്രമിന് വെച്ച് എനിക്ക് തോന്നുന്നു വരത്തൻ എന്നായിരുന്നു ആ ഒരു സിനിമയുടെ പേര്. ആ ഒരു സിനിമയും അന്ന് പ്ലാനിങ് കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷെ അന്ന് സിനിമ സംഭവിച്ചില്ല. അതിനിടെ അതേപോലെ തന്നെയാണ് ദീന സംഭവിച്ചു. ദീന അന്ന് സുരേഷ് ഗോപിനെയും അജിത്തിനെയൊക്കെ വെച്ച് ചെയ്തിട്ട് 2001 ദീന. അന്ന് പൊങ്കൽ റിലീസാണ്. ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമയുടെ കൂടെയാണ് ദീന റിലീസാവുന്നത്. ദീനയായിരുന്നു ശരിക്ക് അന്ന് എനിക്ക് തോന്നുന്നു അന്ന് ഭയങ്കര ഇനീഷ്യൽ കളക്ഷനൊക്കെ ആയിരുന്നു. ലോങ് റണ്ണിൽ എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സ് ആണ്. പക്ഷെ ദീനയായിരുന്നു അന്ന് കളക്ഷനിൽ എപ്പോഴും അന്ന് മുമ്പിൽ നിന്നിരുന്നത്. അങ്ങനെ ദീന കഴിഞ്ഞ ശേഷമാണ് ശരിക്ക് ഈ പറയുന്ന വിക്രമിനെ വെച്ചിട്ടുള്ള ഒരു സിനിമയൊക്കെ അന്ന് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ അന്ന് സംഭവിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ രമണ എന്ന് പറയുന്ന വിജയകാന്തിനെ വെച്ചിട്ടുള്ള ഒരു സിനിമ ചെയ്തു. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്കറിയാം ഗജനി, സൂര്യനെ വെച്ചിട്ടുള്ള ഗജനി. ഇതിൻ്റെ ഇടയ്ക്ക് ചിരഞ്ജീവിനെ വെച്ചിട്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ സ്റ്റാർസിനെ വെച്ചിട്ടും മുരുകദാസ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് പറയുകയാണെങ്കിൽ അന്ന് തുടക്കകാലത്തെ അജിത്ത്, പിന്നീട് സൂര്യ, ചിരഞ്ജീവി, പിന്നെ സൂര്യനെ വെച്ചിട്ട് തന്നെ വീണ്ടും 7ാം അറിവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഗജനി ബോളിവുഡിൽ അമീർ ഖാൻ വെച്ചിട്ട് ചെയ്തു. പിന്നെ വിജയിനെ വെച്ചിട്ട് വിജയുടെ അതുവരെയുള്ള ഏറ്റവും വലിയ ഹിറ്റാക്കിയ തുപ്പാക്കി എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ സംഭവിച്ചു. പക്ഷേ വിക്രമിനായിട്ട് മുരുകദാസ് ഒരു സിനിമ സംഭവിച്ചില്ല. ശരിക്കും അന്ന് വിക്രമിനെ വെച്ചിട്ട് ആ തുടക്കകാലത്ത് ആ ഒരു സിനിമ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ വിക്രമിൻ്റെ ഒരു വലിയൊരു ഹിറ്റ് ചിലപ്പോൾ നമുക്ക് കിട്ടുമെന്ന്. വിക്രം ആ സമയത്ത് ഒരു ടോപ്പ് ഹീറോ ആയിട്ട് തന്നെ വളർന്നു വരികയാണ്. അന്ന് രജനീകാന്ത് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വിക്രം എന്ന രീതിയിലാണ് 2003 വിക്രം കയറി വന്നിരുന്നത്. പക്ഷേ അന്ന് മുരുകദാസിനായിട്ട് സിനിമ സംഭവിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ മദരാസി എന്ന് പറയുന്ന ഒരു സിനിമ, ആ സിനിമ കണ്ടവർക്കറിയാം. അതിൽ ശിവകാർത്തികേയൻ്റെ ഒരു ക്യാരക്ടർ കുറച്ചൊരു മെൻ്റൽ പേഷ്യൻ്റൊക്കെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അന്ന് ഇതിന് ശേഷം ഈ സിനിമ മദരാസിയുടെയൊക്കെ പ്രൊമോഷൻ്റെ സമയത്തൊക്കെ പല റൈറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഒരു ഗജനിയൊക്കെ പോലെ, ഗജനിയും തുപ്പാക്കിയൊക്കെ പോലെ മിക്സ് ഒരു സിനിമയായിരിക്കും മദരാസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ടായിരുന്നു. അപ്പോൾ ശിവകാർത്തികേയൻ്റെ ക്യാരക്ടർ ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ഗജനിയിലെ സൂര്യയുടെ പോലത്തെ ചെറിയ ഒരു, അതിൽ നമുക്കറിയാം ഓർമ്മയൊക്കെ നഷ്ടപ്പെടുന്ന ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് സൂര്യയുടെ ക്യാരക്ടർ. അപ്പോൾ ശരിക്കും ഈ ഗജനീനെ കുറിച്ച് പറയുമ്പോൾ ഗജനി എന്ന് പറയുന്ന ഒരു സിനിമയും അന്ന് ആദ്യം അജിത്തിനെ വെച്ച് പ്ലാൻ ചെയ്തതാണ്. അജിത്ത് ആ സിനിമ കമ്മിറ്റ് ചെയ്താണ്. അജിത്തിനെ വെച്ചിട്ട് ഫോട്ടോഷൂട്ട് നടത്തിയതാണ്. എനിക്ക് തോന്നുന്നു അജിത്ത് ഷൂട്ടിങ്ങിനും വന്നിരുന്നു തോന്നുന്നു. കുറച്ച് ദിവസം ഷൂട്ട് ചെയ്തെന്ന് തോന്നുന്നു. അതിൽ ചില ഫ്ലാഷ് ബാക്ക് സീൻസൊക്കെ അജിത്തിൻ്റെ എടുത്ത് വെച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് അജിത്ത് നാൻകടവുൾ എന്ന് പറയുന്ന ഒരു സിനിമ ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി മുടി വളർത്തിയതും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അജിത്തിന് ഗജനി ഒഴിവാക്കേണ്ടി വന്നു. എന്നിട്ടാണ് അജിത്ത് നാൻകടവുൾ എന്ന് പറയുന്ന ഒരു സിനിമയിലെ ഭാഗമായിട്ട് പോയത്. പക്ഷേ നാൻകടവുളിന് വേണ്ടിയും ഇതേപോലെ തന്നെ അജിത്ത് ഒരുപാട് ദിവസം ഡേറ്റ്സ് കൊടുത്തു. അജിത്ത് അതിന് വേണ്ടി മുടി വളർത്തിയിട്ട് ആ ലുക്ക് വെച്ചിട്ട് അജിത്ത് വേറൊരു സിനിമ, എനിക്ക് തോന്നുന്നു ഗോഡ് ഫാദർ എന്ന് പറയുന്ന ഒരു സിനിമ, KS രവികുമാറിൻ്റെ സിനിമ, ആ സിനിമയിൽ ഒരു പാട്ട് സീനാക്കി ഇതിലെ ഈ പറഞ്ഞ നാൻകടവുളിന് വേണ്ടി വളർത്തി ആ ഒരു മുടിയും ലുക്കൊക്കെ വെച്ചിട്ടാണ് അജിത്ത് അതിൽ അഭിനയിച്ചത്. പക്ഷേ നാൻകടവുൾ പിന്നെയും നീണ്ടുപോയി. ഈ പറയുന്ന സമയത്ത് പ്രൊഡക്ഷൻ സൈഡും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ കാരണം തുടങ്ങാൻ പറ്റിയില്ല. അങ്ങനെ അജിത്ത് നാൻകടവുൾ ചെയ്തില്ല. അത് ചെയ്തത് ആര്യയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അജിത്ത് ഗജനി എന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മുരുകദാസിന് തുടക്കകാലത്ത് അന്ന് അജിത്തിനെ വെച്ചിട്ടാണ് ദിന തുടങ്ങിയെങ്കിലും പിന്നീട് ഗജനി ചെയ്യാൻ പറ്റില്ല. പക്ഷേ അജിത്ത് നിന്ന് ഗജനി വിട്ട കാരണം സൂര്യക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് ചില നടന്മാർ റിജക്റ്റ് ചെയ്യും. അത് ചില നടന്മാർക്ക് ഗുണവും ചില നടന്മാർക്ക് അതിൽ നഷ്ടങ്ങൾ സംഭവിക്കാം. എന്തായാലും മുരുകദാസിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും നമ്മൾ ഇത്രയും നടന്മാരെ വെച്ച് ഈ അടുത്ത് സിക്കന്ദർ എന്ന് പറയുന്ന ഒരു സിനിമ സൽമാൻ ഖാനെ വെച്ച് ചെയ്തു. അതിന് മുമ്പ് മഹേഷ് ബാബുവിനെ വെച്ചിട്ട് സ്പൈഡർ ചെയ്തിട്ടുണ്ട്. അക്ഷയ് കുമാറിനെ വെച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും താരങ്ങളൊക്കെ വെച്ചിട്ട് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, വിജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ
ഇതിൽ ഈ പറഞ്ഞ പോലെ വിക്രമിനെ വെച്ചിട്ട് ആ ഒരു സിനിമ എനിക്ക് തോന്നുന്നു അത് ഇപ്പോഴത്തെ ഒരു വിക്രമിൻ്റെ ഒരു ഏജിലൊക്കെ വെച്ചിട്ട് മുരുകദാസിന് പറ്റിയ നല്ലൊരു ബ്രില്യൻ്റ് ആയിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ വിക്രമിനെ വെച്ചിട്ട് ചെയ്യാം. കാരണം വിക്രമിനും കുറേ നാളുകളായിട്ട് അങ്ങനെ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഇല്ല. പക്ഷേ ഇപ്പോൾ മുരുകദാസ് മദരാസി വലിയ തരക്കേടില്ലാത്തൊരു, അതായത് കഴിഞ്ഞ കുറച്ച് റീസെൻ്റ് ആയിട്ടുള്ള മുരുകദാസിൻ്റെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ മുരുകദാസിന് ആശ്വസിക്കാവുന്ന ഒരു ഹിറ്റ് തന്നെയാണ് മദരാസി. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഒരു സിനിമ എന്താണ് എന്നുള്ളത് അനൗൺസ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു മദരാസിയുടെ തന്നെ റീമേക്കായിട്ട് ബോളിവുഡിലേക്ക് പോകുമോ എന്നറിയില്ല. എന്തായാലും മുരുകദാസിൻ്റെ സിനിമകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ പറഞ്ഞ പോലെ വിക്രമും മുരുകദാസുമായിട്ടുള്ളൊരു കോമ്പിനേഷനിൽ ഒരു സിനിമ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. സംഭവിച്ചാൽ അതും എന്തായാലും നല്ലൊരു സിനിമ തന്നെയായിരിക്കും. എന്തായാലും നിങ്ങളുടെ മുരുകദാസിൻ്റെ ഫേവറേറ്റ് സിനിമകൾ ഏതാണെന്നുള്ളത് നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാം.